കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആക്സസ് മൈ ഇന്ത്യ പുറത്തുവിട്ട പുതിയ എക്സിറ്റ് പോൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് കൂറ്റൻ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രവചനമാണ് പുറത്തുവന്നിരിക്കുന്നത്. സീറ്റുകളുടെ എണ്ണം 100-നടുത്തെത്തുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആവേശത്തിലും ആശങ്കയിലുമാക്കുന്നത്. ഈ എക്സിറ്റ് പോളിന്റെ കണക്കുകൾ പ്രകാരം യുഡിഎഫ് 90 മുതൽ 100 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ 2016-നും 2021-നും ശേഷം വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിലേറാനുള്ള ശക്തമായ സാധ്യതയാണ് തുറക്കുന്നത്. അതേസമയം എൽഡിഎഫ് 35 മുതൽ 45 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങാമെന്നും എൻഡിഎയ്ക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കാമെന്നുമാണ് പ്രവചനം. ആക്സസ് മൈ ഇന്ത്യയുടെ വിലയിരുത്തലിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ വോട്ടർമാരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. കൂടാതെ ചില വിവാദങ്ങൾ ഭരണകൂടത്തിന് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുഡിഎഫിന്റെ പ്രചാരണതന്ത്രവും ഈ മുന്നേറ്റത്തിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. പ്രാദേശിക വിഷയങ്ങളെ മുൻനിർത്തിയുള്ള ക്യാമ്പയിനുകളും സാമൂഹിക മാധ്യമങ്ങളുടെ ഫലപ്രദമായ ഉപയോഗവും യുവ വോട്ടർമാരെ ആകർഷിച്ചതായാണ് നിരീക്ഷണം. പ്രത്യേകിച്ച് നഗരമേഖലകളിലും മധ്യവർഗ വോട്ടർമാരിലും യുഡിഎഫിന് അനുകൂലമായ പ്രവണത ഉണ്ടായി. എൽഡിഎഫ് സർക്കാർ തുടർച്ചയായ 3ാം വിജയം ലക്ഷ്യമിട്ടെങ്കിലും ചില മേഖലകളിൽ അത്ര ശക്തമായ പിന്തുണ ലഭിച്ചില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഭരണപരമായ ചില തീരുമാനങ്ങൾ ജനങ്ങളിൽ അസന്തോഷമുണ്ടാക്കിയതായി വിലയിരുത്തപ്പെടുന്നു. എന്നിരുന്നാലും ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എൽഡിഎഫിനൊരു അടിസ്ഥാന പിന്തുണ ഉറപ്പാക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. എൻഡിഎ ഇത്തവണ ചില മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യം കാഴ്ചവച്ചിട്ടുണ്ടെങ്കിലും വലിയ തോതിൽ സീറ്റുകൾ നേടാനുള്ള സാഹചര്യം നിലവിൽ കാണുന്നില്ല. എന്നാൽ ത്രികോണ മത്സരം ചില മണ്ഡലങ്ങളിൽ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എക്സിറ്റ് പോളുകൾ പലപ്പോഴും ഫലത്തോടടുത്തു വരാറുണ്ടെങ്കിലും ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങളുമുണ്ടായിട്ടുണ്ട്. വോട്ടർമാരുടെ യഥാർത്ഥ മനോഭാവം പൂർണ്ണമായി അളക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടുതന്നെ ഈ പ്രവചനങ്ങളെ ഒരു സൂചനയായി മാത്രം കാണണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നിർദ്ദേശിക്കുന്നു. എക്സിറ്റ് പോൾ പുറത്തുവന്നതോടെ യുഡിഎഫ് ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ്. ജനവിധി മാറ്റത്തിനായിരിക്കും എന്ന നിലപാടിലാണ് അവർ. മറുവശത്ത് എൽഡിഎഫ് നേതൃത്വം ഇത്തരം സർവേകളെ തള്ളിക്കളയുകയും ഫലം വന്നാൽ യാഥാർത്ഥ്യം വ്യക്തമാകും എന്നും പ്രതികരിച്ചു. എൻഡിഎയും അവസാന നിമിഷം വരെ പോരാട്ടം തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന് വേദിയൊരുക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കാം ഇത്. യുഡിഎഫ് 100-നടുത്ത് സീറ്റുകൾ നേടുമോ എന്നത് ഇനി കാത്തിരിക്കേണ്ട ചോദ്യം. എങ്കിലും ഈ എക്സിറ്റ് പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: മത്സരം കടുത്തതാണ്, ഫലം അപ്രതീക്ഷിതമായിരിക്കാം. വോട്ടെണ്ണൽ ദിനം വരെയുള്ള ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിന് നിർണായകമാണ്. കണക്കുകൾ ശരിയാണോ അല്ലെങ്കിൽ വോട്ടർമാർ മറ്റൊരു സർപ്രൈസ് നൽകുമോ എന്നത് ഉടനറിയാം.